നമസ്കാരം. വർഷങ്ങൾക്ക് ശേഷം റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാകാൻ പോകുന്നു എന്ന സൂചനകളാണ് ഇന്ന് രാവിലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് സൗദിയുടെ മധ്യസ്ഥതയിൽ അമേരിക്കയും യുക്രൈനുമായി ചർച്ച നടന്നു വരികയായിരുന്നു. അമേരിക്കയും യുക്രൈനും തമ്മിൽ നേരത്തെ ചർച്ച നടന്നിരുന്ന കാര്യം നമുക്കറിയാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച അലസിപ്പിരിഞ്ഞു. ആ ചർച്ച വലിയ പരാജയമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് നയതന്ത്ര മര്യാദകളുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് രണ്ട് രാഷ്ട്ര നേതാക്കന്മാരും തമ്മിലടിക്കുന്നത് ലോകം കണ്ടു. വൈറ്റ് ഹൗസിൻ്റെ ഓവൽ ഓഫീസിൽ വെച്ചിട്ടാണ് ഈ ചർച്ച നടന്നത്. ഈ ചർച്ച തന്നെ വലിയ അടിയായിരുന്നു എന്ന് പിന്നീട് പല മാധ്യമങ്ങളും പറഞ്ഞിരുന്നു. അതിനുശേഷം നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപും അതുപോലെ തന്നെ വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിയത്. ട്രംപിൻ്റെ ടീമും വ്ളാഡിമിർ സെലൻസ്കിയെ കടന്നാക്രമിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ യുദ്ധം അവസാനിക്കണം, ഏതു വിധേനയും യുദ്ധം അവസാനിക്കണം, റഷ്യ പിടിച്ചെടുത്ത ഭാഗങ്ങൾ അങ്ങ് പോട്ടെ എന്ന് വെക്കണം, ഇനി ബാക്കിയുള്ള രാജ്യം വേണമെങ്കിൽ ഇപ്പോൾ യുദ്ധം അവസാനിച്ചു കൊള്ളണം എന്ന വലിയ താക്കീതാണ് അമേരിക്ക സെലൻസ്കിക്ക് നൽകിയത്. പക്ഷേ സെലൻസ്കി അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഡൊണാൾഡ് ട്രംപിനോട് ഒരു വാക്ക് തർക്കത്തിന് മുതിർന്നു. അതിനുശേഷം ചർച്ച അവിടെ വെച്ച് അലസിപ്പിരിഞ്ഞു. പിന്നീട് വ്ളാഡിമിർ സെലൻസ്കി തിരികെ യുക്രൈനിലെത്തിയപ്പോഴേക്കും അമേരിക്ക ഇതുവരെ യുക്രൈനിന് നൽകിയിരുന്ന എല്ലാ സൈനിക സഹായങ്ങളും നിർത്തിവെക്കുകയായിരുന്നു. അതായത് അമേരിക്കൻ ആയുധങ്ങളുടെ, അമേരിക്കൻ പണത്തിൻ്റെ ഒക്കെ പിൻബലത്തിലാണ് റഷ്യയുടെ ആക്രമണത്തിൽ നിന്നും യുക്രൈൻ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ആ ഒരു സൈനിക സഹായം ഒരു സ്വിച്ചിട്ട പോലെ നിലച്ചപ്പോൾ യുക്രൈൻ ഭയന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി ആയുധങ്ങൾ യുക്രൈനിലേക്ക് കയറ്റി അയക്കേണ്ട കാര്യമില്ല എന്ന് അമേരിക്ക തീരുമാനിക്കുന്നു. മാത്രമല്ല, ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ആകെ തകർന്നിരിക്കുകയാണ് യുക്രൈനിൽ. അവരുടെ സൈനിക നടപടികൾ ബലവത്താക്കണമെങ്കിൽ അവിടെ തീർച്ചയായും ഇൻ്റർനെറ്റ് വേണം. അത്യാധുനികമായ ആയുധങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ആ ഒരു സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർലിങ്കാണ് യുക്രൈന് ആവശ്യമായ ഇൻ്റർനെറ്റ് ഉപഗ്രഹം വഴി നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സ്റ്റാർലിങ്കും ആ ഒരു കണക്ടിവിറ്റി വിച്ഛേദിക്കും എന്ന ഭീഷണി മുഴക്കിയിട്ടുണ്ട്. എലോൺ മസ്ക് നേരിട്ട് തന്നെ ഇത്തരത്തിൽ ഒരുപക്ഷെ യുക്രൈനിന് നൽകിക്കൊണ്ടിരിക്കുന്ന ആ സേവനം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്, ഒരുപക്ഷെ അത് കേടായി പോയേക്കാം അനുസരിച്ചില്ലെങ്കിൽ എന്നൊക്കെയുള്ള ഒരു സൂചന നൽകിയിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ യുക്രൈനിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. യുക്രൈൻ മണിക്കൂറുകൾക്കകം തന്നെ ഈ ഓവൽ ഓഫീസിൽ നടന്ന കാര്യങ്ങൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന് കത്തയക്കുന്നു. ആ കത്ത് ട്രംപ് അമേരിക്കൻ കോൺഗ്രസിൽ പരസ്യമായി തന്നെ വായിക്കുന്നു. അതിനുശേഷം താൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് സൗദിയുടെ മധ്യസ്ഥതയിൽ ഒരിക്കൽ കൂടി യുക്രൈനുമായി ചർച്ച നടക്കുന്നത്. അമേരിക്കയുടെ ട്രംപിൻ്റെ ചില പ്രതിനിധികളാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയിലാണ് യുക്രൈൻ ഒരു മാസത്തെ താൽക്കാലിക വെടിനിർത്തലിന് സമ്മതിച്ചു എന്ന വാർത്ത വരുന്നത്. മാത്രമല്ല, റഷ്യയുമായിട്ടുള്ള നിർണായക ചർച്ച, സമാധാന ചർച്ച നാളെ തുടങ്ങും എന്ന വാർത്തയും വരുന്നുണ്ട്. തീർച്ചയായും ലോകമെമ്പാടും ഈ വാർത്ത ഇന്ന് രാവിലെ വളരെ സന്തോഷകരമായിട്ടാണ് സ്വീകരിച്ചത്. ഒരു വലിയ യുദ്ധം, വർഷങ്ങളായി നടന്നു വരുന്ന ഒരു വലിയ യുദ്ധം ഇത് അവസാനിക്കാൻ പോകുന്നു എന്ന ആദ്യ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. പക്ഷേ അതേസമയം തന്നെ യുക്രൈൻ ഈ ചർച്ചകൾ നടക്കുമ്പോഴും ഇതുവരെ യുക്രൈൻ റഷ്യക്കെതിരെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മോസ്കോയെ ഇത് പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം 350ഓളം വരുന്ന ഡ്രോണുകൾ ഇന്ന് മോസ്കോ നഗരത്തെ ആക്രമിച്ചു. നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ആക്രമണം അപ്രതീക്ഷിതമാണ്. ചർച്ച നടക്കുന്ന സമയത്ത് യുക്രൈൻ അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിച്ചുകൊണ്ട് മോസ്കോയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് റഷ്യയുടെ പ്രതികരണം ഏത് തരത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും യുക്രൈൻ്റെ ഭാഗത്തു നിന്നും വെടിനിർത്തലിന് സമ്മതം അറിയിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ എന്തായാലും ഈ ഡ്രോൺ ആക്രമണങ്ങൾക്ക് റഷ്യ ഉടൻ തന്നെ ഒരു തിരിച്ചടി നൽകാനും സാധ്യതയുണ്ട്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ നാളത്തെ ചർച്ചകൾക്ക് ശേഷവും തിരിച്ചടിക്ക് ശേഷവുമായിരിക്കും അത് പ്രാബല്യത്തിൽ വരിക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ
മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.